എന്റെ മനസ്സിലെ ചിന്തകൾ എന്താണെന്ന് അവിടെ കിട്ടുമോ? കിട്ടും. ഉണ്ട്. രോഹിത്തിനൊരു ട്രിഗറിങ് ഉണ്ട്. എനിക്ക് ഒരുപാട് ട്രിഗറിങ് ഉണ്ട്. ഒരുപാടുണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഉണ്ട്. എനിക്ക് സംസാരിക്കാൻ കിട്ടും. രോഹിത്തിനും റൈറ്റ് സൈഡിലാണെങ്കിൽ ഏതോ ഒരു പുരുഷനെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈവൻ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഒരു സ്ത്രീയാണ് സ്വീകരിക്കപ്പെടുന്നത്. ഒരു സ്ത്രീയിൽ നിന്നാണ് നമുക്ക് ട്രിഗറിങ്. എന്ത് ടൈപ്പ് ഓഫ് ട്രിഗറിങ് ആണ്? പലരും വിചാരിക്കും അവർക്കാണ് പ്രശ്നം, പക്ഷെ ചിലപ്പോൾ നമുക്കായിരിക്കും പ്രശ്നം. ശരി, ഞാൻ ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ ഹീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കേസുകൾ എങ്ങനെ? ഉണ്ട്. ഹെവി ബ്ലീഡിംഗ് ആണ്. ഒന്ന് ഹീൽ ചെയ്യുന്നുണ്ട്. നമ്മളിവിടുന്ന് ഹീൽ ചെയ്താൽ പെട്ടെന്ന് നിൽക്കും ബ്ലീഡിങ്. രോഗാവസ്ഥയെ മാറ്റാൻ പറ്റുമോ? മാറ്റാം. ഒരു വ്യക്തി ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവും. ഈ വ്യക്തി അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കും, എന്നാൽ പോലും എവിടെയോ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന് ഹീലറാവണമെന്നില്ല, രോഹിത് പറഞ്ഞ പോലെ അവര് ചെയ്യട്ടെ. വേണം. കാരണം എന്താ അറിയോ, ഈ ഒരു മൈൻഡ് വരുമ്പോൾ നമ്മുടെ മെന്റൽ ഓറ സ്ട്രോങ് ആവും. നമ്മുടെ മെന്റൽ ഓറ സ്ട്രോങ് ആയാൽ ഒരു 99% വരെ നമ്മൾ തന്നെ നമുക്ക് ബൗണ്ടറി വെച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇനി നടക്കില്ല. നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ളതാണെങ്കിലും ഈ ലൈഫിലുള്ളതാണെങ്കിലും നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ട്രോമാസ് പോയി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണിത്. സൽസ്വഭാവിയായ ഒരു കുട്ടിയെ ലഭിക്കാൻ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ വെച്ചാൽ ഇവര് ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോവാ. അതായത് അമ്മമാര്. സത്യം പറഞ്ഞാൽ ഞാൻ രാഹുലിനായിരുന്നില്ല എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ രോഹിത്തായിരിക്കും വിചാരിച്ചത്. പക്ഷെ അതുപോലെ ഇത് ഇങ്ങനെ സംഭവിച്ചില്ലേ? അതെന്റെ തോട്ട് എനർജിയാണ്. ഞാൻ രോഹിത്തിനാണ് പ്രതീക്ഷിച്ചത്, രോഹിത്തായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് രോഹിത്തല്ല രാഹുലാണെന്നുള്ളത്. അതെ. അപ്പൊ അതും എന്റെ തോട്ട് എനർജിയാണ്. നമ്മുടെ സങ്കല്പം ഇന്നാളായിരിക്കും എന്നുള്ളത്. അതെ. ശരി. അപ്പം ഒരാളുടെ സമ്മതമില്ലാതെ പോലും റേക്കി ഹീൽ ചെയ്യാൻ പറ്റും. ഇനി ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഞാനാണ്, എനിക്കാണ് ഹീൽ ചെയ്യുന്നത്. എന്റെ മനസ്സിലെ ചിന്തകൾ എന്താണെന്ന് അവിടെ കിട്ടുമോ? കിട്ടും. എന്റെ മനസ്സിലെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ പറ്റുമോ? രഹസ്യങ്ങൾ എല്ലാം എന്നുള്ളതല്ല. ചില ആൾക്ക് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹീലിംഗ് ഞാൻ പറയാം. അതായത് ഒരു ഹസ്ബൻഡ് വൈഫ്, അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഈ ചേച്ചിയാണ് എന്നെ വിളിക്കുന്നത്. ഭയങ്കര ദേഷ്യമാണ്, എൻ്റെ ചേട്ടനൊന്നിനും സമ്മതിക്കുന്നില്ല, ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തേക്ക് ഒരു ഡൗട്ടാണ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ചേച്ചി ഇയാളെ ആഗ്രഹിക്കുന്നുണ്ടെന്നും, അതായത് നെയ്ബറായിട്ടുള്ള ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ എനർജി കൊണ്ടാണ് ഇയാൾ എന്നെ മൈൻഡ് ചെയ്യാത്തത്. പക്ഷെ 2 ദിവസം കൊണ്ട് ഈ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിന് അയാൾക്കൊരു കുഴപ്പമില്ല, ഈ പുള്ളിക്കാരത്തേക്കാണ് പ്രശ്നം. ഞാൻ പുള്ളിക്കാരത്തിയോട് പറയുന്നത് ചേട്ടനെ എവിടെ കിടത്തിക്കോളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ നേരത്തെ പ്രായമുണ്ട്, രണ്ടാൾക്കും നല്ല പ്രായമുണ്ട്. സംശയരോഗം എന്ന് പറയാനില്ല. പുള്ളിക്കാരത്തി ആഗ്രഹിക്കുന്ന രീതിയിലല്ല ആള് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ എനിക്കതെല്ലാം മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്. നമ്മൾ പറയില്ലേ ഈ ചൊറിയാന്ന് പറയും. അപ്പോൾ അത് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. കാരണം ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, എന്നെ വിളിക്കരുത്. ഇത്രയും കോൾസ് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ ഹീൽ ചെയ്യുമ്പോൾ കോള് വരുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ, അറിയാം. ഞാൻ ഫോൺ എടുക്കില്ല. അപ്പോൾ ഇവരുടെ വിചാരം ഞാൻ മനഃപൂർവ്വം ഇത് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാൻ പറയുമ്പോഴേക്ക് എനിക്ക് 22-32 മെസ്സേജൊക്കെ കണ്ടിന്യൂസ് വരുന്നത്. എല്ലാം കുഞ്ഞു കുഞ്ഞായിരിക്കും. ഞാൻ കിടക്കുന്നുണ്ടേ, ഞാൻ കിടന്നിട്ടുണ്ടേ, തുടങ്ങിയോ, സ്റ്റാർട്ടായോ, ഒരേ സാധനമാണ് അയക്കുന്നത്. അപ്പം ഞാൻ പുള്ളിക്കാരത്തിയുടെ അടുത്ത് പറയും ചേച്ചി എനിക്ക് ഇങ്ങനെ അയക്കണ്ട, ഞാൻ ആ കറക്റ്റ് ടൈമിന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് എമർജൻസി ഹീലിംഗ് വരും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആക്സിഡൻറ്റ് കേസ് വന്ന് ഭയങ്കര ഹെവി ബ്ലീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നട്ടപ്പാതിരാത്രിക്കാണെങ്കിൽ ഞാൻ പോയി ചെയ്തു കൊടുക്കും. കാരണം നമ്മുടെ ഒരു നിയോഗമാണ്, നമ്മുടെ ഒരു സോൾ പർപ്പസ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ഞാൻ മാറ്റേണ്ടി വരുള്ളൂ അവരുടെ കാര്യങ്ങൾ. പക്ഷേ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നാലും സംശയമാണ്, അതായത് തുടങ്ങിയോ. അപ്പം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം 10-26 വർഷം കൂടുന്ന ആ ചേട്ടൻ്റെ അവസ്ഥ കഷ്ടമായിരിക്കും. അപ്പം ഞാൻ അവിടെ ഹീൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് മാത്രമല്ല കൊടുക്കണത്, ചേച്ചിയും കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ എടുത്ത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ എത്ര ഹീൽ ചെയ്തിട്ടും കാര്യമില്ല. അദ്ദേഹം ദേഷ്യപ്പെടുന്നതിൻ്റെ റീസൺ അതാ. ഇതിങ്ങനെ ചൊറിഞ്ഞ് മനസ്സിലാവായിരിക്കും. അങ്ങനത്തെ കുറേ ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല, ഇത് വേറൊരാളെ അല്ല, കുറെ കേസുണ്ട്. പലരും വിചാരിക്കും അവർക്കാണ് പ്രശ്നം, പക്ഷെ ചിലപ്പോൾ നമുക്കായിരിക്കും പ്രശ്നം. ശരി, ഞാൻ ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ ഹീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കേസുകൾ എങ്ങനെ? ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമർജൻസി ആയിട്ട് വിളിക്കും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഹെവി ബ്ലീഡിംഗ് ആണ്, ഒന്ന് ഹീൽ ചെയ്യുന്നുണ്ട്. നമ്മളിവിടുന്ന് ഹീൽ ചെയ്താൽ പെട്ടെന്ന് നിൽക്കും ബ്ലീഡിങ്, പെട്ടെന്ന് നിൽക്കും. രോഗാവസ്ഥയെ മാറ്റാൻ പറ്റുമോ? മാറ്റാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനല്ല ഇത് പഠിപ്പിച്ചാൽ പോരെ?
രോഹിത്തിന് അറിയാണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ റേക്കി ഹീലേഴ്സിനെ വെക്കുന്നുണ്ട്. ആ സർജറി സക്സസ് ആവാൻ വേണ്ടിയിട്ട്. ഈവൻ അബ്രോഡിൽ ഇത് വളരെ ഫേമസ് ആണ്. ഇവിടെയാണ് അറിയാത്തത്. പുറം രാജ്യങ്ങളിൽ രേഖി ക്ലിനിക്കാണ്. ഇപ്പം നമുക്കിവിടെ ഹോമിയോ ക്ലിനിക്കും കുഞ്ഞു കുഞ്ഞു ക്ലിനിക്കുകളൊക്കെ ഇല്ലേ, അവിടെ രേഖിയുടെ ക്ലിനിക്കാണ് കൂടുതലായിട്ടുള്ളത്. കാരണം അവർ മെഡിസിൻസ് എത്രത്തോളം മാറ്റി നിർത്താം എന്നാണ് അവർ നോക്കുന്നത്. കാരണം ഇത് സൈഡ് എഫക്ട്സ് വരുമല്ലോ, നമുക്കിവിടെ സൈഡ് എഫക്ട്സ് വരുന്നില്ല. പക്ഷേ ഈ ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോഴേ ഭയങ്കര തലവേദനയും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആർക്ക് വരുന്നു? ഹീലേഴ്സിനാണോ ഹീലിക്കാണോ? സ്വീകരിക്കുന്ന ആൾക്ക് ഇല്ല, വരില്ല. അതെന്താണെന്നറിയോ? നമ്മൾ ഇതൊരു കോഴ്സായിട്ട് കൊടുക്കണം. ഈ ഒരു ദിവസം 2 ദിവസം അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനെ വേരോടെ മാറ്റുക. ഹീലിംഗ് കൊടുക്കുമ്പോൾ എപ്പോഴും പല ഹീലേഴ്സിനും വരുന്നൊരു മിസ്റ്റേക്ക്, ഇപ്പം തലവേദനയായിട്ട് ഒരാൾ വരികയാണ്, കണ്ടിന്യൂസ് തലവേദന എന്ന് പറയും. മിക്ക തലവേദനയുടെയും കാരണം വയറ്റിലായിരിക്കും. അപ്പം നമ്മൾ മൈഗ്രെയിൻ ആണെങ്കിലോ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് വരും? തലവേദന പ്രശ്നം വരും. ഡാൻഡ്രഫ് ഇഷ്യൂ എവിടെയാണ് നമ്മൾ ഹീൽ ചെയ്യുക? കോമൺ സെൻസ് വെച്ചിട്ട് എവിടെയായിരിക്കും? തലയിൽ അല്ല, നിങ്ങളുടെ വയറ്റിലെ ഇഷ്യൂസിന് കൊണ്ടാണ് നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ മരുന്ന് തലയിൽ ചെയ്യുമ്പോൾ ഡാൻഡ്രഫ്? തലയിൽ അത് സ്കിന്നിലാണ് കൊടുക്കുന്നത്. നമ്മളെ ഫുഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിങ്ങനെ പല കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ്, അതായത് ഞാൻ അവരുടെ ഹിസ്റ്ററി ചോദിക്കും. നിങ്ങൾ എന്ത് കഴിക്കുന്നു, എപ്പോൾ തൊട്ട് ഇത് വന്നോ, ചില ആൾക്ക് കാലാവസ്ഥ മാറിയ പ്രശ്നം വരും. അതായത് ഡ്രൈ, നമ്മുടെ വിൻ്റർ സീസൺ ആകുമ്പോൾ ശരീരം ഡ്രൈ ആവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ സ്കിൻ ഇഷ്യൂസ് വരുന്നത് എന്തുകൊണ്ടാണ്? സ്കിൻ ഇഷ്യൂസ് വരുന്നത് നമ്മൾ പറയും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്. ഇതൊക്കെ ചെറിയ ചെറിയ ഘടകങ്ങൾ മാത്രമാണ്. ഒരു വ്യക്തി ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ചില സ്കിൻ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ അസുഖങ്ങൾക്ക് പിന്നിലും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഷോൾഡർ പെയിന് ഈ പറഞ്ഞ എനിക്കിടക്കുണ്ടായിരുന്നു കുറേ കാലം. ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു നമുക്ക് ഷോൾഡർ പെയിൻ വരുന്നതിൻ്റെ റീസൺ ഒരു വ്യക്തിയിൽ നിന്നും വരുന്ന ട്രിഗറിങ് ആണ്. അതായത് നമ്മൾ മാനസികമായിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഹെവിനെസ് പോയി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഷോൾഡർ. ഇത് പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്തത് ആർക്കാ? ഭർത്താവിനാണോ? അല്ലല്ല, ഇപ്പൊ ഞാൻ പറയാം ഭർത്താവിനെന്നല്ല, ഞാൻ അവരോട് ചോദിക്കും. ഭർത്താവിന്റെ ടോർച്ചർ അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് കൊള്ളില്ല, ചുമ്മാ പറഞ്ഞാട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാവരുടെ ബോഡിയിലും ഫെമിനിൻ എനർജിയും മസ്കുലിൻ എനർജിയും ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ മസ്കുലിൻ പാർട്ടും ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഫെമിനിൻ പാർട്ടാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡിലത് എനർജി കണക്ട് ചെയ്യുന്നതും സെയിം ആയിരിക്കും. അതായത് എനിക്ക് എൻ്റെ റൈറ്റ് സൈഡിലെ ഷോൾഡറാണ് പെയിൻ വരുന്നതെങ്കിൽ ഏതോ ഒരു പുരുഷനിൽ നിന്ന് എനിക്ക് ട്രിഗറിങ് ഉണ്ട്. അത് ഹസ്ബൻഡ് ആവണമെന്നില്ല. മേ ബി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് എൻ്റെ ബോസ് ആവാം, എൻ്റെ അച്ഛനാവാം, അടുത്ത വീട്ടിലെ ചേട്ടന്റെ പ്രശ്നമാവാം. റൈറ്റ് സൈഡിലെ ഷോൾഡർ, റൈറ്റ് സൈഡ് ആണെങ്കിൽ അതാ പറഞ്ഞത്. ഇപ്പൊ രോഹിത്തിനും റൈറ്റ് സൈഡിലാണെങ്കിൽ ഏതോ ഒരു പുരുഷനെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈവൻ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഒരു സ്ത്രീ ആവാം. ലെഫ്റ്റ് സൈഡിലും ഇല്ല, റൈറ്റ് സൈഡിലും ഇല്ല. ഭാഗ്യം. പിള്ളേർക്കൊക്കെ ഇനി എവിടെയെങ്കിലും റൈറ്റ് സൈഡിലുണ്ടെങ്കിൽ ഞാനല്ല. അല്ല, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്ന് നമ്മൾ ട്രിഗറിങ് സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല, സ്വീകരിക്കപ്പെടുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ് നമുക്ക് ട്രിഗറിങ്. എന്ത് ടൈപ്പ് ഓഫ് ട്രിഗറിങ് ആണ്? നമുക്ക് മെന്റലി നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കാനും അറിയില്ല. അതായത് നമുക്ക് സ്വസ്ഥത തരാണ്ടിരിക്കുക, നമുക്ക് എപ്പോഴും ടെൻഷൻ തരിക, കാർമിക്സ് ആയിരിക്കും അവര്. അപ്പം നമ്മൾ ഇവിടെ ഹീൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഹീലിംഗ് കൊടുക്കണം, പെയിൻ റിലീസ് ചെയ്യാൻ. ഉണ്ട്, രോഹിത്തിനൊരു ട്രിഗറിങ് ഉണ്ട്. എനിക്ക് ഒരുപാട് ട്രിഗറിങ് ഉണ്ട്, ഒരുപാട് ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഉണ്ട്, എനിക്ക് സംസാരിക്കാൻ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ആ പെയിന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ മാത്രം ഹീൽ ചെയ്താൽ പോരാ. ഞാൻ ഇവരോട് ചോദിക്കും, പെയിന് പറയുമ്പോൾ ഞാൻ ചോദിക്കും വീട്ടിലെ സിറ്റുവേഷൻ എങ്ങനെയാണ്. അപ്പോൾ ചില ആൾ കള്ളം പറയും, അത് കുഴപ്പമൊന്നുമില്ല, കാരണം അത്ര ഓപ്പൺ ആവില്ല ചില ആൾ. അപ്പം ഞാൻ അവരുടെ ആ ലെവലിലേക്ക് മാറും. ചേച്ചി പറയൂ എന്ന് പറയുമ്പോൾ ആ ചേച്ചി വെളിയിൽ ഇവരങ്ങ് കംഫർട്ടാവും. ഇപ്പൊ ഇച്ചിരി പ്രായമുള്ള ആളാണെങ്കിൽ അമ്മ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സോർന്ന് സംസാരിക്കും. അല്ല, ഓപ്പൺ ആവണം. ഒരു ഹീലർ എപ്പോഴും ഓപ്പണായി ഇരിക്കാൻ, നമ്മൾ കേൾക്കാൻ വില്ലിങ്ങാവണം, എങ്കിലേ ഇവർ പറയുള്ളൂ. അപ്പോഴേ നമുക്കിത് ആരാണ് ഈ അപ്പുറത്തുനിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കണേന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാൽ നമ്മൾ ഇവിടെ ഹീലിംഗ് കൊടുക്കണം, പ്ലസ് ആ റിലേഷൻഷിപ്പിന് ഹീൽ ചെയ്യണം. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മാത്രമായിരിക്കില്ല, ശത്രുക്കൾക്ക് വേണമെങ്കിൽ ട്രിഗർ ചെയ്തൂടെ? ചെയ്യാം.
അപ്പോൾ അതിനെ നമുക്ക് കാർമിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാർമിക്കാണെങ്കിൽ നമുക്കത് അറിയാൻ വയ്യാത്ത ഒരാൾക്ക് ട്രിഗർ ചെയ്തൂടെ? ഇയാൾക്ക് അറിയില്ല അയാൾ എന്നെ ട്രിഗർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അതെങ്ങനെയാ അറിയാതിരിക്കുക? അതെങ്ങനെയാ? ഞാനൊന്ന് ചോദിച്ചു. ട്രിഗറിങ് പല രീതിയിൽ ചെയ്യാം, നേരിട്ട് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു രോഹിത് തീർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരാൾ ബ്ലാക്ക് മാജിക് ചെയ്തു. അതൊരു ട്രിഗറിങ് അല്ലേ? അത് പക്ഷെ നമ്മൾ നേരിട്ട് അറിയുന്നില്ലല്ലോ. ഇല്ല ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാവില്ലേ? അതിന് ലക്ഷണങ്ങൾ കാണിക്കും. ഇപ്പം ചില ആള് നല്ല ഡീസൻ്റായി നമ്മളടുത്ത് വന്നിരുന്ന് പുഞ്ചിരിച്ച് നിനക്ക് സുഖമല്ലടാ, നീ ഫുഡ് കഴിക്കുന്നുണ്ടോടാ എന്നൊക്കെ ചോദിച്ച് നമ്മളെ ഭയങ്കര കെയറിങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇൻ കേസ് അവർ നമ്മുടെ അധപതനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പണി തരുന്ന ആളാണ്, പക്ഷെ നമുക്ക് അറിയുന്നില്ല വെച്ചോ, ഇവരെ നമുക്ക് മനസ്സിലാവും. ഒരു ഹീലറാണെങ്കിൽ മനസ്സിലാവും. ഹീലർ അല്ലെങ്കിൽ മനസ്സിലാവും. എങ്ങനെയാണെന്നറിയോ? ഈ വ്യക്തി നല്ല പെർഫ്യൂമൊക്കെ ഇട്ടിട്ടാണ് വന്നതെങ്കിൽ പോലും അവരുടെ സ്മെല്ല് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അതായത് ഇവർ നല്ല അടിപൊളിയായിട്ടാണ് നല്ല കുളിച്ച് സുന്ദരനായിട്ടൊക്കെയാണ് വന്നതെങ്കിൽ പോലും ഇവരുടെ സ്മെല്ല് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. അതുപോലെ മറ്റൊരു കാര്യം, ഈ വ്യക്തി അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കും, എന്നാൽ പോലും എവിടെയോ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന് ഹീലറാണെന്നില്ല, രോഹിത് പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാക്കാം. എനിക്കങ്ങനെ തോന്നാറുണ്ട് പലരുടെയും. നമ്മളെ ബാധിക്കുന്ന വിഷയം നമ്മൾ കുറെ അങ്ങ് വിടണം, ഓവറാവരുത്. അവര് ചെയ്യട്ടെ. വേണം. കാരണം എന്താ അറിയോ, ഈ ഒരു മൈൻഡ് വരുമ്പോൾ നമ്മുടെ മെന്റൽ ഓറ സ്ട്രോങ് ആവും. നമ്മുടെ മെന്റൽ ഓറ സ്ട്രോങ് ആയാൽ ഒരു 99% വരെ നമ്മൾ തന്നെ നമുക്ക് ബൗണ്ടറി വെച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇനിയൊന്നും അടിക്കില്ല. നമ്മുടെ മൈൻഡ് റിസീവ് ചെയ്യുമ്പോഴാണ് എല്ലാം വന്നോളി പോന്നോളി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോഴാണ് പ്രശ്നമാവുക. മനുഷ്യനല്ലേ അത് തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്ക് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൻ്റെ കൂടെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ടത് എങ്ങനെ ലൈഫിൽ സക്സസ് ആവാം എന്നുള്ളത് കൂടിയാണ്. എങ്ങനെ മുന്നോട്ട് കൃത്യമായി പോകണം. ഇനി വരുന്ന തലമുറയിലെ അച്ഛനമ്മമാർക്ക് കൊടുക്കേണ്ട ഒരുപാട് മെസ്സേജസ് ഉണ്ട്. എനിക്ക് എത്ര കേസുകളാണ് കുട്ടികളുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നതെന്നറിയോ? എത്ര ചിരിക്കാത്ത കുട്ടികളുണ്ട്. കുട്ടിയൊക്കെ ചിരിക്കുന്നതിന് എന്താ, വലിയ ലൈഫിൽ എന്തെങ്കിലും ഭാരങ്ങളൊക്കെ അവരറിയാനായോ ആ പ്രായത്തിൽ? 6 വയസ്സുള്ള ഒരു മോളെ ഞാൻ ഹീൽ ചെയ്തിട്ടുണ്ട്. കുട്ടി ചിരിക്കില്ല. ചിരിച്ചു അവസാനം 7 ദിവസം കൊണ്ട് ചിരിച്ചു. വെള്ളത്തിനെ പേടിയാണ്, കുളിക്കുമ്പോൾ ഭയങ്കര ബഹളമായി കുട്ടി. അതിനൊരു റീസൺ ഉണ്ട്. ഫസ്റ്റ് ലൈഫ് നോ, പലരുടെയും പ്രശ്നം പാസ്റ്റ് ലൈഫ് മാത്രമാണ് അല്ല. 6 വയസ്സുള്ള കുട്ടിക്ക് വേറെ എന്താ പ്രശ്നം വരിക? ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഫീറ്റസായി ഇരിക്കുന്ന സമയത്ത് അത് റിസീവ് ചെയ്യുന്ന എനർജി, അത് വളരെ പ്രധാനപ്പെട്ട. നമ്മളൊരു കുഞ്ഞിന് ഹീൽ ചെയ്യുമ്പോൾ ആ ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ ഹീൽ ചെയ്യണം, അവിടെ ഹീൽ ചെയ്യണം. അമ്മയ്ക്കല്ല, കുഞ്ഞ് ഫീറ്റസായിരിക്കുമ്പോഴുള്ള ടൈം നമുക്ക് പാസ്റ്റ് ഹീലിംഗ് ചെയ്യാം റേക്കിയിൽ. അതായത് അത് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ റിലീസാവും, ആ എനർജി റിലീസ്. അവരിൽ നിന്നും ഈ ഹൈപ്പറായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, ചാടിക്കൊണ്ടിരിക്കുക, തുള്ളിക്കൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കില്ല. അതിന് റീസൺ ഉണ്ട്. കാരണം ചോദിച്ചാൽ അപ്പോഴേക്ക് ആ ചേച്ചി കരയും. നമ്മൾ പ്രഗ്നൻസി പീരീഡ് മോശമാണോ എന്ന് കംപ്ലീറ്റ് ചെയ്യണ്ട, അപ്പോഴേക്ക് കരയും, വളരെ മോശമായിരുന്നു. എങ്ങനെയുള്ളവരുടെ മക്കളാണ് ഹൈപ്പർ ആക്റ്റീവ് ആയി മാറുക? അതായത് പ്രഗ്നൻസി പീരീഡിൽ ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കിട്ടാതിരിക്കുക, ഹസ്ബൻഡിൻ്റെ സ്നേഹം, ഹസ്ബൻഡിൻ്റെ കെയറിങ് കിട്ടാതിരിക്കുക. 2 ഈ അമ്മായിയമ്മ പോര്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയുള്ള കെയറിങ് ഇത് കിട്ടാണ്ടിരിക്കുക. നമുക്ക് ഒരുപാട് അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ വെച്ചാൽ ഇവർ ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോവുക. അതായത് അമ്മമാർ ആ സമയത്ത് ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോയിട്ട് ഈ എനർജി ഇത് റിസീവ് ചെയ്യും. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, നമ്മുടെ വൂമ്പ് എന്ന് പറയുന്നത്, വൂമ്പ് ആൻഡ് യൂട്രസ് എന്ന് പറയുന്നത് ഒരു എനർജി സെൻറ്ററാണ്. ഈ എനർജി സെൻറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ളതാണെങ്കിലും ഈ ലൈഫിലുള്ളതാണെങ്കിലും നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ട്രോമാസ് പോയി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പം ആ അമ്മയുടെ കുട്ടിക്കാലം തൊട്ടിട്ട്, ആ അമ്മ ഫീറ്റസായിരിക്കുന്ന സമയം തൊട്ടിട്ട് അത് റിസീവ് ചെയ്ത ട്രോമ ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന സങ്കടങ്ങൾ കൊണ്ട് ഡൗൺ ആവില്ലേ വേണ്ടേ? അല്ലല്ലല്ല, അതായത് അമ്മയ്ക്ക് പ്രതികരിക്കാൻ പറ്റാതെ ഇത് ഫ്രസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം ഒരമ്മ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനെ കയറി എന്ത് പ്രശ്നങ്ങൾ വന്നാലും തീരെ പറ്റാത്ത അവസ്ഥയിൽ മാത്രമേ അതിനെ ഒഴിവാക്കാൻ ഒരമ്മ നിൽക്കുള്ളൂ, ഏത് ജീവിയാണെങ്കിലും. ഇല്ലേ? 95% അമ്മമാർ. അതെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, തീരെ നമുക്ക്
പറ്റാത്തതാണെങ്കിൽ മാത്രം. അല്ലാത്തതെല്ലാം ഒരമ്മ കുഞ്ഞിനെ കെയർ ചെയ്യും. ആ സമയത്ത് ഞാൻ ദേഷ്യപ്പെട്ട എൻ്റെ കുഞ്ഞിന് ബാധിക്കുമോ, ഞാൻ അലറി വെച്ച എൻ്റെ കുഞ്ഞിന് ബാധിക്കുമോ എന്ന് വിചാരിച്ച് ഇതിങ്ങനെ പിടിച്ച്, നമ്മൾ പറയില്ലേ ഒന്നും ചെയ്യാതെ കടിച്ച് പിടിച്ച് നിൽക്കേണ്ടി വരും ആ 10 മാസം. ഇതിങ്ങനെ തന്നെ കുഞ്ഞ് റിസീവ് ചെയ്യും. ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിങ്ങനെ ചാടിത്തുള്ളി നടക്കും. അതിനെ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ടൈം വെച്ചിട്ട് വേണം ഹീൽ ചെയ്യാൻ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ഒരു കുഞ്ഞിങ്ങനെയായി, ഇനിയുള്ള പ്രഗ്നൻസി എങ്കിലും നിങ്ങൾ ആ സമയം കുറച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോവാം. ഇനി എത്ര മനസ്സിലാക്കിയാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അതെ, നമ്മൾ പറഞ്ഞു ഒരു നല്ല നോർമൽ സ്വഭാവമുള്ള സൽസ്വഭാവിയായ ഒരു കുട്ടിയെ ലഭിക്കാൻ ഗർഭകാലത്ത് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നല്ല ഭക്ഷണം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്ഷണമല്ല ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റിയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നാച്ചുറലായിട്ട് ഇടപഴകുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകൾ, പാട്ടുകളൊക്കെ കാണണം, പക്ഷെ ഒരിക്കലും സാഡ് സോങ്സ് സ്വീകരിക്കരുത്, ഹൊറർ മൂവീസ് കാണരുത്. അപ്പം അതായത് ഉള്ളിലുള്ള ആൾ ഇച്ചിരി ചവിട്ടുന്നതൊക്കെ തുടങ്ങും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഴിയുന്നത്ര നമുക്ക് സന്തോഷം, അതായത് ആ അമ്മ ഹാപ്പി ആവുന്നത് എന്തിലാണോ ആ സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അമ്മമാര് ഹാപ്പി ആവുന്ന ഭർത്താക്കന്മാരായിട്ട് വലയ്ക്കുമ്പോഴായിരിക്കും. അത് ചുമ്മാ പറയണ രോഹിത്. ഏതൊരു സ്ത്രീയും കംഫർട്ടാകുക, അവരെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. സ്ത്രീകൾക്ക് വേണ്ടത് എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനടക്കം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ കേൾക്കാനുണ്ടായാൽ മതി. പക്ഷെ പുരുഷന്മാർക്ക് അതിന് നേരില്ല. ഒരു ഇതല്ലേ പരിപാടി. കൂടുതലാളും നമ്മളെന്ന് കേൾക്കാൻ നിന്നാൽ മതി. ഒരു 90% പ്രശ്നങ്ങളും ഒരു അരമണിക്കൂർ ഓപ്പണായിരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ? പെൺകുട്ടികളുടെ ഭാഗത്തും ആൺകുട്ടികളുടെ ഭാഗത്തും പ്രശ്നമുണ്ട്. അവരുടെ ബെഡ്റൂമിൽ നിന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു പ്രശ്നം മൂന്നാമതൊരാളെ അറിയിക്കും. ഈ കുടുംബങ്ങൾ കല്യാണം വന്ന് ചേരുമ്പോൾ അല്ലെങ്കിൽ കല്യാണം നടത്താൻ വേണ്ടി എന്തുമാത്രം എഫേർട്ട് എടുത്തോ അതിന് ഡബിൾ എഫക്റ്റ് എടുക്കും ഇതിനെ നശിപ്പിക്കാൻ. കുടുംബങ്ങൾ കയറി ഇടപെട്ട് അതിനെ മോശമാക്കുകയാണ്. 2 പേരിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നത്തെ ഒരു 10-40 ആൾക്കാർ കൂടി അവസാനം എല്ലാവരും കൂടി അലമ്പാക്കി. അതൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അവിടെ ഇന്ത്യയൊക്കെ പ്രശ്നം വേണം, നീയൊക്കെ തീർത്തോണം, ഞങ്ങളെ അങ്ങനെയുള്ളത് ഭാഗ്യം. പക്ഷെ അതൊരു കണക്കിന് നല്ലതാണ്. അങ്ങനെയാണ് വേണ്ടത്. ഞങ്ങൾ വഴക്കിട്ടാലും കേട്ടോണ്ടിരുന്നവര് അങ്ങനെയാണ് വേണ്ടത്. ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള അച്ഛനും അമ്മയാണ്. അങ്ങനെയാണ് വേണ്ടത്. തീരെ ആവുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ കേൾക്കാൻ ചെവി കൊടുക്കണ്ടോ. ഇത് അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ എന്താ മോനെ എന്ന് ചോദിച്ചിട്ട് പോകാനാണ് ആൾക്കാർ. അല്ലെ എന്താ മോളെ നീ അവിടെ എന്തുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറയുന്ന പെൺകുട്ടികളുടെ അമ്മമാരുണ്ട്. എന്തിന്? ഈ വിളിച്ച് സംസാരിച്ച് പറയണതാണ് ഈ പ്രശ്നം വഷളാവുന്നത്. ഞാൻ എപ്പോഴും പറയും, ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള പ്രശ്നം ഒരു രാത്രിക്കപ്പുറത്തേക്ക് പോകരുത്. ഒരു രാത്രിക്കപ്പുറത്തേക്ക് പോകും. അത് നിങ്ങൾ അടുത്തുള്ള ആളായാലും ശരി, അബ്രോഡിൽ ദൂരെയുള്ള ആളാണെങ്കിലും ശരി, അത് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത്. കാരണം ഓരോ തുടക്കവും ഓരോ രാവിലെയും എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് പുതിയ തുടക്കമായിരിക്കണം. അത് ഹാപ്പി ആയിട്ട് നിങ്ങൾ തുടങ്ങും. ഈ ദേഷ്യവും സങ്കടമൊക്കെ വെച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഇല്ലേ? അതേ സമയം നിങ്ങൾ ആലോചിച്ചൊക്കെ പരസ്പരം സംസാരിച്ച് വേണമെങ്കിൽ ഒരു ഹഗ്ഗൊക്കെ കൊടുത്ത് നിങ്ങൾ സ്നേഹത്തോടെ പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കി. ഒട്ടുമിക്ക പ്രശ്നങ്ങൾ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാ. അതാണ് വേണ്ടത്. അവിടെ നിങ്ങളുടെ ലൈഫ് സക്സസ് ആയിരിക്കും.